ഹലോ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിപ്പോസിഷൻ എക്രോസ് ആണ്. എക്രോസ് യൂസ് ചെയ്യുന്നത് കുറുകെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക്. ഈ എക്സാമ്പിളൊക്കെ ഷീ വാക്ക്ഡ് അക്രോസ് ദ റോഡ്, അവർ റോഡിന് കുറുകെ നടന്നു. ഇവിടെ റോഡിന് കുറുകെ എന്ന് പറഞ്ഞാൽ റോഡിന് അപ്പുറത്തെ വശത്തേക്ക് കടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എക്രോസ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ എന്തിനു കുറുകെയാണ് കടന്നത്? റോഡിന് കുറുകെ. ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ട് പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ക്രോസ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഒരു വീതിനെ ക്രോസ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കൂടുതലും അപ്പുറത്തെ സൈഡിലേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കുറുകെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ എന്താണോ ആ ക്രോസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ആയിരിക്കണം, ക്രോസ് ചെയ്യുമ്പോഴായിരിക്കണം നമ്മൾ എക്രോസ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സെൻറ്റൻസ് ഒക്കെ, ഐ ജംപ്ഡ് അക്രോസ് ദ സ്ട്രീം, ഞാൻ സ്ട്രീമിന് കുറുകെ ചാടി, അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് ചാടി. ഇവിടെ നമ്മൾ പറയുന്ന ഈ ഒരു സ്ട്രീം, അരുവി ഫ്ലാറ്റായിട്ടാണല്ലോ കിടക്കുന്നത്, താഴ്ന്നാണല്ലോ പോകുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ചാടി എന്നാണ് പറയുന്നത്. ഇങ്ങനെ അരുവിയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ക്രോസ് ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ അരുവിയുടെ ഒരു വീതിയെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ചാടി കിടക്കാവുന്ന ആ ഒരു വീതി ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സ്ട്രീമിന്, ആ ഒരു അരുവിക്ക്. അതുകൊണ്ട് ഞാൻ അതിനെ ചാടി കടന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ആ ഒരു അരുവിനെ ചാടിയാണ് ക്രോസ് ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എക്രോസ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ആ ചാടി കടക്കാനുള്ള വീതിയെ ആ ഒരു സ്ട്രീമിന് ഉണ്ടായുള്ളൂ. ഇനി ഈ ഒരു സെൻറ്റൻസ് ഒക്കെ, വി വാക്ക്ഡ് അക്രോസ് ദ റൈസ് ഫീൽഡ്, ഞങ്ങൾ നെൽപ്പാടത്തിന് കുറുകെ നടന്നു, അല്ലെങ്കിൽ നെൽപ്പാടത്തിന് അപ്പുറത്തെ വശത്തേക്ക് നടന്നു. നേരത്തെ കണ്ട എക്സാമ്പിൾസിലെല്ലാം റോഡും അതേപോലെ തന്നെ ചെറിയ സ്ട്രീമും ഇതെല്ലാം ചെറിയൊരു ഏരിയ ആയിരുന്നു. എന്നാൽ നെൽപ്പാടം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഏരിയ ആണ്. കൂടാതെ അത് ഫ്ലാറ്റായിട്ട് കിടക്കുന്നതാണ്. ഇവിടെ ആ നെൽപ്പാടത്തിൻ്റെ ഈ ഒരു വശത്തിൽ നിന്ന് ഈ ഒരു വശത്തിലേക്ക് ക്രോസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ഒരു വശത്തിൽ നിന്ന് അപ്പുറത്തെ വശത്തേക്ക് ക്രോസ് ചെയ്തു. വലിയ ഒരു ഏരിയ മുറിച്ച് കടക്കാനും നമ്മൾ എക്രോസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എക്രോസിൻ്റെ രണ്ടാമത്തെ യൂസ് അപ്പുറത്തെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അതായത് ഓപ്പോസിറ്റ് സൈഡിനെ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ എക്സാമ്പിളൊക്കെ, മൈ ഹൗസ് ഈസ് അക്രോസ് ദ ഫീൽഡ്, എൻ്റെ വീട് പാടത്തിന് അപ്പുറത്താണ്, അപ്പുറത്തെ വശത്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാണ് വീട്, ഇതാണ് നമ്മൾ പറയുന്ന ഒരു ഫീൽഡ്. അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് പറയാണ്, ഈ സൈഡിൽ നിന്ന് പറയാണ് എൻ്റെ വീട് ഈ പാടത്തിന് അപ്പുറത്തെ വശത്താണ്. ഈ പാടം മുറിച്ച് കടന്നാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മുറിച്ച് കടന്ന് പോകാൻ പറ്റുന്ന അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് സൈഡിൽ ഒന്നിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എക്രോസ് യൂസ് ചെയ്യുന്നത്. ഹി സ്റ്റാൻഡ്സ് അക്രോസ് ദ റിവർ, അവൻ റിവറിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നദിയുടെ അപ്പുറത്തെ വശത്ത് നിൽക്കുന്നു. ഇവിടെ നിൽക്കുന്നു ഞാൻ പറയാണ്, അവൻ ഈ നദിയുടെ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. അതായത് ഈ നിൽക്കുന്ന ആളുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവൻ നിൽക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എക്രോസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഫ്ലാറ്റായി കിടക്കുന്ന ഒന്നിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തുള്ള എന്തിനെങ്കിലും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അക്രോസ് യൂസ് ചെയ്യുന്നു. ഇനി ഈ എക്സാമ്പിളൊക്കെ, ദ ഹോസ്പിറ്റൽ ഈസ് അക്രോസ് ഫ്രം ദ സ്കൂൾ, ഹോസ്പിറ്റൽ സ്കൂളിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്, അല്ലെങ്കിൽ അപ്പുറത്തെ വശത്താണ്. ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ സെൻറ്ററിലായിട്ട് റോഡുണ്ട്, റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഹോസ്പിറ്റൽ. അതായത് സ്കൂളിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് ഹോസ്പിറ്റൽ എന്ന് പറയാനാണ് ഇവിടെ എക്രോസ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഈ ഒരു റോഡ് കടന്ന് വേണം ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ആ ഒരു സ്കൂളിലേക്ക് എത്താനായിട്ട്. ഒന്നിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് മറ്റൊന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അക്രോസ് ഫ്രം യൂസ് ചെയ്യുന്നത്. ദ ഹോസ്പിറ്റൽ ഈസ് അക്രോസ് ദ റോഡ്, ഹോസ്പിറ്റൽ റോഡിൻ്റെ അപ്പുറത്തെ വശത്താണ്, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലാണ്. ഈ ഒരു റോഡിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഹോസ്പിറ്റൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അക്രോസ് ദ റോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അക്രോസ് ഫ്രം നമ്മൾ യൂസ് ചെയ്തത് ഈ ഒരു സൈഡിലെ ഒന്നിൽ നിന്ന് മറ്റൊരു സൈഡിലെ ഒന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു സൈഡിലെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു സൈഡിലെ ഹോസ്പിറ്റൽ. നമുക്ക് ഇങ്ങനെയും പറയാം, ദ ഹോസ്പിറ്റൽ ഈസ് അക്രോസ് ദ റോഡ് ഫ്രം ദ സ്കൂൾ, സ്കൂളിൻ്റെ റോഡിൻ്റെ അപ്പുറത്താണ് ഹോസ്പിറ്റൽ.
ഇവിടെ സ്കൂളിൻ്റെ ഈ ഒരു റോഡിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്കൂൾ എന്ന് പറയാനായിട്ട് നമുക്ക് ഇങ്ങനെയും പറയാവുന്നതാണ്. ക്രോസിൻ്റെ മൂന്നാമത്തെ യൂസ് എല്ലാ സ്ഥലത്തിലെയും കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾസ് ഒക്കെ പീപ്പിൾ യൂസ് ദ ഇൻ്റർനെറ്റ് അക്രോസ് ദ വേൾഡ്. ലോകത്തിലെ എല്ലാ ആളുകളും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലോകത്തിലെ എല്ലാ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് എല്ലാവരും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ദ ഷോപ്സ് അക്രോസ് മൈ സിറ്റി ആർ ക്ലോസ്ഡ്. എൻ്റെ സിറ്റിയിലുള്ള എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. ഇവിടെ എൻ്റെ ഒരു സിറ്റിയുടെ അകത്തെ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്. ആ സിറ്റിയിൽ കോമൺ ആയിട്ടുള്ളതാണ് കൂടുതൽ ഷോപ്പുകൾ. ആ ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്.